ഭരണഘടനാ നിർമ്മാണ സഭ, ആമുഖം എന്നിവയുമായി ബന്ധപ്പെട്ട UPSC, RRB, SSC, PSC എന്നിവയിലെ മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം BR അംബേദ്കർ. രണ്ടാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് എന്ന്? ഉത്തരം ജനുവരി 22, 1947. ചോദ്യം നമ്പർ 3: ഏത് ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഉത്തരം USA. അഞ്ചാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്ന് എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? ഉത്തരം 6. ആറാമത്തെ ചോദ്യം: യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടന കൈപ്പടിയിൽ എഴുതിയത് ആരാണ്? ഭരണഘടനയുടെ കാലിഗ്രാഫർ. ഉത്തരം പ്രേം ബിഹാരി നരേൻ റൈസാൽ. ഏഴാമത്തെ ചോദ്യം: ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? ഉത്തരം കേശവാനന്ദ ഭാരതി കേസ്, 1973 കേശവാനന്ദ ഭാരതി കേസ്. എട്ടാമത്തെ ചോദ്യം: ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം അർത്ഥമാക്കുന്നത്? ഉത്തരം ഇലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഒമ്പതാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയുടെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. ഉത്തരം ജവഹർലാൽ നെഹ്റു. പത്താമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനാ ഉപദേശകൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ടു ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഉത്തരം BN റാവു. 11ാമത്തെ ചോദ്യം: ആമുഖത്തിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം ഫ്രഞ്ച് റവല്യൂഷൻ. 12ാമത്തെ ചോദ്യം: ഭരണഘടന അംഗീകരിച്ച തീയതിയായി ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം 26 നവംബർ 1949, ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്ന നവംബർ 26.